നമസ്കാരം. മലയാളി വാർത്ത ഹെഡ്. വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടു പോയവരെ രക്ഷിക്കാനായിട്ട് സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി കൊടുത്ത് സ്വയം മുങ്ങിപ്പോയ രാജേഷിനെ പറ്റി കേൾക്കാത്തവരാരും കേരളത്തിൽ. നമ്മുടെ ഈ പുളിങ്ങോം ചെറുപുഴ എന്ന് പറയുന്ന ആ പുഴയിൽ ഞാൻ കളിച്ചു കുളിച്ചു വളർന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പുട്ടടിക്കാൻ പോകാൻ, സ്വർണ്ണക്കട ഉദ്ഘാടനം പോകാൻ ഹെലികോപ്റ്റർ ഉണ്ട്. 1 കോടി രൂപ ഒരു മാസം കൊടുക്കുന്ന പ്രതിഭാസമാണത്. അതായത് ഒരു ദിവസം ഏകദേശം 3 ലക്ഷം രൂപ വീതം ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കണം. മൃതശരീരം കൊണ്ടുവരാനായിട്ട് കാളവണ്ടി, 3 ആംബുലൻസ് മാറ്റി മാറ്റിയാണ് ഇവിടെ എത്തിച്ചത്. തിരുവനന്തപുരം 16-18 മണിക്കൂർ എടുത്ത്. ആ ഹെലികോപ്റ്റർ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരോ ആരും ചോദിക്കുന്നില്ല. അതായത് 600 കിലോമീറ്റർ ദൂരെ നിന്ന് മൃതദേഹം കൊണ്ടുവരാൻ എന്തുകൊണ്ട് ആ ഹെലികോപ്റ്റർ വിട്ടുകൊടുത്തില്ല? അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. എന്തുകൊണ്ട് റോഡിൽ കൂടെ വിട്ടു? എന്തുകൊണ്ട് മോർച്ചറി ഇല്ലായിരുന്നു? എന്തുകൊണ്ട് എംബാം ചെയ്തില്ലായിരുന്നു? ഒക്കെയുള്ളു. ഈ ഏത് പ്രസ്ഥാനങ്ങൾ, കമ്പനികളിലായാലും ഗവൺമെന്റ് ആയാലും ഒരു വീട്ടിലായാലും ഒരു ഹൈറാർക്കി ഉണ്ട് ഫങ്ഷൻ ചെയ്യുന്നു. വീട്ടിലാണ് കുടുംബനാഥൻ, നാഥ, പിള്ളേർ. ആ ഹൈറാർക്കി എന്ന് പറയുന്ന ഏറ്റവും മുകളിലായിരിക്കും കുടുംബനാഥൻ. അപ്പം അവരുടെ താല്പര്യം പോലെ ആയിരിക്കും ബാക്കി താഴെയുള്ളവർ പ്രവർത്തിക്കുന്നത്. അത് ഭരണ സംവിധാനത്തിനാണേലും ഇപ്പൊ തന്നെ പോലീസ് അർജുൻ ആയങ്കിയെ പിടിക്കാൻ കേരളത്തിലെ മുഴുവൻ 10,000-കണക്കിന് പോലീസുകാർ ഒരുപോലെയാണ് മെനക്കെട്ടെ. എന്തുകൊണ്ടാ? മുകളിൽ നിന്നുള്ള താല്പര്യം. അപ്പൊ ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട രാജേഷിന് വേണ്ടി മുകളിൽ നിന്ന് അങ്ങനെ ഒരു താല്പര്യവും ആരും പ്രകടിപ്പിക്കാത്തതുകൊണ്ടാണ് താഴെയുള്ള തഹസീൽദാരും ഹോസ്പിറ്റലിലെ സൂപ്രണ്ടും ഒക്കെ അതൊരു അയഞ്ഞ കമ്പിളി 6.25 എന്നുള്ള മട്ടിലെടുത്ത് പ്രവർത്തിച്ചത്. അതേ സ്ഥാനത്ത് ആയങ്കിയെ പിടിക്കാനായിട്ട് ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷന്റെ കാര്യമേ ഉള്ളൂ. അയാള് യൂട്യൂബിൽ അതൊന്നും പറഞ്ഞു കരുതിയിട്ട് കേരളത്തിലുള്ള മുഴുവൻ പോലീസുകാരെ ഇളക്കേണ്ട ആവശ്യമില്ലേ? അപ്പൊ അതിന് താല്പര്യം എന്നാ വെച്ചാൽ പോലീസ് ഇടപെട്ടത് മുകളിൽ നിന്നുള്ള താല്പര്യം പോലെ. ഈ രാജേഷിന്റെ മൃതശരീരം കൊണ്ടുവരുന്നതിലോ ആ മരണപ്പെട്ട സംഭവത്തിലോ മുകളിൽ നിന്ന് രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ടാണ് താഴേക്കിടയിലുള്ളവര് ഇത് ചെയ്തത്. അയാൾക്ക് സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാനും പുട്ടടിക്കാനും സദ്യ അടിക്കാനും ഒക്കെ താല്പര്യമുള്ളൂ. അയാൾ ബേസിക്കലി ഒരു MLA കുട്ടനാട്ടിൽ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുത്തില്ലെന്നാണ് പറഞ്ഞു. കാരണം അയാൾ ഫോൺ എടുക്കുന്നത് സാധാരണ റിനിയാൻ ജോർജിനെ പോലുള്ളവർ വിളിച്ചാലേ ഫോൺ എടുക്കും. വെള്ളപ്പൊക്കം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഒരു ന്യായീകരണം പറഞ്ഞത്. വെള്ളപ്പൊക്കം തന്നെയല്ലല്ലോ, എല്ലാ പ്രസ്ഥാനങ്ങളും ഇതിനു മുമ്പ് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, ഭൂമികുലുക്കം ഉണ്ടായിട്ടുണ്ട്, കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ